ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ ഇൻബോക്സിൽ. തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? ഒരുത്തൻ എന്നെ തെറി വിളിച്ചേക്കാണ്. ഞാൻ നിന്നെപ്പോലെ ഒരു അല്ലാന്ന്. എന്താല്ലേ? സംഭവം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ്. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഭാര്യ ഡ്യൂട്ടിയിലാണ്. രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ റെഡിയാക്കുന്നു, സ്കൂളിൽ വിടുന്നു, തിരിച്ചു വരുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, തിരിച്ചെത്തി കുക്കിംഗ് ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, പാത്രം കഴുകുന്നു, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു റീലായിരുന്നു അത്. ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ മാന്യ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടാണ്ട് എനിക്ക് മെസ്സേജ്, അതായത് ഇൻബോക്സിൽ ആണ് അയച്ചത്. പബ്ലിക്കായിട്ടുള്ള കമൻ്റ് അല്ല ഇട്ടത്. പബ്ലിക്കായിട്ട് കമൻ്റ് ഇടാൻ എന്തോ പുള്ളിക്കുമ്പോൾ തോന്നിയില്ലെന്ന് തോന്നുന്നു. ഈ മെസ്സേജ് എനിക്ക് ഇൻബോക്സ് ആയിട്ടാണ് വന്നത്. ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ മെസ്സേജ് കണ്ടിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഒരു വിഷമമാണോ ദേഷ്യമാണോ, ആദ്യം ഞാൻ ഓർത്തു ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞാലോന്ന്. പക്ഷേ എൻ്റെ സംസ്കാരം അതിന് അനുവദിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ആ മെസ്സേജ് വന്നപ്പോൾ ആദ്യം ഭയങ്കര ദേഷ്യം വന്നെങ്കിലും പിന്നീട് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആണുങ്ങൾക്ക് മാനക്കേടാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരച്ഛൻ കുട്ടികളെ റെഡിയാക്കി സ്കൂളിൽ വിടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ കുക്കിംഗ് ചെയ്യുമ്പോൾ, ക്ലീനിങ് ചെയ്യുമ്പോൾ അത് ശരിക്കും മാനക്കേടാണോ? പിന്നീട് എനിക്കെന്താ തോന്നിയെന്നറിയാമോ? അതായത് നമ്മൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും വളരെ പിന്നിലാണ് നിൽക്കുന്നത്. അതായത് ഇതൊരു ഹെൽപ്പായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇതൊരു ഹെൽപ്പല്ല. ഇത് ശരിക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒഫീഷ്യൽ ഡേറ്റ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? അതായത് ഒരു സ്ത്രീ ഏകദേശം 289 മിനിറ്റ് ഡൊമസ്റ്റിക് വർക്ക്, അതായത് വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. അതേസമയം പുരുഷന്മാരോ ഏകദേശം 75 മിനിറ്റേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കെയർ ഗിവിങ്, കുട്ടികളെ നോക്കുന്നത്, മാതാപിതാക്കളെ നോക്കുന്നത്, ഇതൊക്കെ സ്ത്രീകൾ ഏകദേശം 137 മിനിറ്റാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതായത് അൺപെയ്ഡ് ആണ് കേട്ടോ. അതേസമയം ആണുങ്ങളോ 75 മിനിറ്റ്. അത് ഏകദേശം പകുതിക്ക് താഴെയാണ് ജോലി ചെയ്യുന്നതെന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഏതായാലും ആശ്വാസമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വീട്ടുജോലി ചെയ്യുന്നത് വാല്യൂ ഇല്ലാത്ത ജോലിയല്ലെന്നും ഈക്വലി ജോലി ചെയ്യണമെന്നും പാർട്ട്ണർഷിപ്പാണ് വേണമെന്നും ഒക്കെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ന്യൂസിലാൻഡിലുണ്ടല്ലോ ഭൂരിഭാഗം ഫാമിലികളിലും അവർ ഈക്വലി ഷെയർ ആയിട്ടാണ് അവർ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്. അതായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടാവും. ഭാര്യ ജോലിക്ക് പോകുമ്പം ഭർത്താവ് വീട്ടിലുണ്ടാവും, ഭർത്താവ് വീട്ടിലെ ജോലികൾ ചെയ്യും. അതുപോലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ജോലി ചെയ്യും. അവർ ഈക്വൽ ഷെയർ ആയിട്ട് ആണ് ജോലികൾ ചെയ്യുന്നത്. അതൊരിക്കലും അവർ ഹെൽപ്പ് ചെയ്തു എന്നല്ല പറയണത്. നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ അവർ ചെയ്തു. അല്ലാതെ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഫേവർ ചെയ്തെന്നോ അങ്ങനെയല്ല നമ്മൾ ഇവിടെ പറയാറുള്ളത്. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ട്. അതായത് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ജീവിക്കുന്നു. അവർ ഒരുമിച്ചൊരു പാർട്ട്ണർഷിപ്പ് പോലെ ജോലികൾ രണ്ടുപേരും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട്. ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങ് പുറകിൽ നിന്ന് ഇപ്പോഴും വരാത്തുള്ളവർ. ഒരു പ്ലേറ്റ് കഴുകുന്നത് ഷെയിമല്ല. ഒരു കുട്ടിയെ റെഡിയാക്കുന്നത് അത് വീക്ക്നെസ്സും അല്ല. അത് ലവാണ്, കെയറാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു നല്ല പുരുഷൻ എല്ലാം ഷെയർ ചെയ്യുന്നവനായിരിക്കണം. വീട്ടുജോലി ആയാലും എന്താണേലും അവർ പരസ്പരം ഷെയർ ചെയ്തായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ഡോമിനേറ്റ് ചെയ്യുന്നതല്ല ആവേണ്ടത്. ഇനി നിങ്ങൾ പറയൂ, വീട്ടുജോലി ചെയ്യുന്ന ഒരു മാനക്കേടാണോ? അല്ലെങ്കിൽ ഞാനൊരു ആണോ? നിങ്ങൾ തന്നെ പറ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.